ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ചായ വെച്ചു. നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ പൊടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വീണ്ടും പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് പിള്ളേർ പഞ്ചസാര അങ്ങനെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നലത്തെ മീൻകറിയിൽ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചോറൊന്നും വെച്ചിട്ടില്ല. ചേട്ടതേ പോർക്ക് വാങ്ങിച്ചോണ്ട് നുറുക്കി ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് എഡിറ്റിങ് ഉണ്ടായിരുന്നു, പിന്നെ ഇത്തിരി പതുക്കൊക്കെ എഴുന്നേറ്റുള്ളൂ. എഡിറ്റിങ് തീർന്നേ പോകുന്നുള്ളൂ. കൊള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോർക്കും കൊള്ളിയും വെക്കാം. പോർക്കും കൊള്ളി കുറച്ചെടുത്ത് വരട്ടിയിട്ട് ബാക്കിയുള്ളത് അങ്ങനെ വെക്കണമല്ലോ. നമ്മൾ ശ്രീകുട്ടന് ഇഷ്ടമില്ല, ഇറച്ചിയിൽ ഒരു കഷ്ണം കൊടുക്കുന്നത് ശ്രീകുട്ടന് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മൊത്ത ക്ഷീണം മാറിയോ കൂട്ടുകാർ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം എപ്പോഴും തോന്നുന്നുണ്ട്. റെസ്റ്റ് എടുക്കാണ്ട് തന്നെയായിരിക്കും. പിന്നെ നമുക്കൊരു വയ്യായ വന്നാൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അപ്പം അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് പരമാവധി. ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. നമുക്ക് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. വീഡിയോ ഓടിയാണ്ടിരുന്നാൽ നമ്മളൊരു ദിവസം വീഡിയോ ഉണ്ടായിട്ടിരുന്നാൽ ഭയങ്കരമായിട്ട് യൂട്യൂബ് ഇത് കുറയ്ക്കും. പിന്നെ അതുപോലെ ജോലിക്ക് പോകാനും ഇപ്പോൾ അങ്ങനെ ലീവ് എടുക്കാനൊക്കെ പിന്നെ തീരെ വയ്യാണ്ടായ എല്ലാതും അവിടെ ഇടും കേട്ടോ. ആരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അത്രയും പറ്റാണ്ടായി അവിടെ ഇടും. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പറ്റണ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കാണുന്ന ജോലികൾ അങ്ങനെ വലിച്ചു വാരി എടുക്കണില്ല. കുറേ ജോലികളൊക്കെ അവിടെ എവിടെയും എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പം നമുക്ക് പോർക്കിനെ റെഡിയാക്കാൻ നോക്കാം. വേവിച്ച് കിടക്കുന്നുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ അധികം പണിയില്ല. ഒരു ബിരിയാണി വേണമെന്നൊക്കെയാണ് ആദിത്യം പറയണത്. പറ്റുമോ നോക്കട്ടെ. പറ്റുകയെന്ന് വെച്ചാൽ അതും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഞാൻ. അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തെ വരെയുള്ള ഫുഡ് അങ്ങനെ അവർ ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതാ പോർക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വേവിച്ചതാണ്. ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടാണ് കേട്ടോ. പിന്നെ അതാ കപ്പ കൊള്ളി എന്ന് പറഞ്ഞിട്ട് ചിലവർക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ പോട്ടെ. കപ്പ അതാ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നുറുക്കിയിട്ട് ഇത്രയും ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു എന്ന്. അത് കഴിഞ്ഞ് ഞാൻ എന്താ നല്ല പീസുകളൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് പീസുകളും ആ നെയ്യും അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ കപ്പേനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ പോരായി ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഇറച്ചിയിലേക്കുള്ളതല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്നുകൂടി ഇട്ടിറങ്ങിയിടാം കേട്ടോ. ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാനത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ഇതിലേക്കൊക്കെ നമുക്ക് ഉള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചാൽ മതി ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അതാ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര അതിലിട്ടുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ ഇതിലിടാം കേട്ടോ. ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതാ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്തതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോർക്ക് വരട്ടാനാണ് കേട്ടോ പോണത്. മറ്റേത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ലോ. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. അതേപോലെ മല്ലിപ്പൊടിയും അധികം വേണ്ട, വരട്ടിയെടുക്കണതല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി കൂടുതൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയായിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. പോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികളെന്ന് പറയുന്നത് ബീഫ് മസാലയാണ് കേട്ടോ. ഞാനിട്ടത് അതൊരു ടീസ്പൂൺ നിറച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഗരം മസാല കുരുമുളക് പൊടി കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തുക. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മാത്രം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇടുമ്പോൾ ഗരം മസാല വേണമെന്ന് ചോദിക്കും. പക്ഷേ ഗരം മസാല വേണം കേട്ടോ. ഒരിത്തിരി വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റൊക്കെ അവിടെ കിടന്നോട്ടെ. അത് കഴിഞ്ഞ് തക്കാളിയും സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും വേണ്ട. ഒരു തക്കാളിയും ഒരു സവോള ഒരു മീഡിയം സൈസിലുള്ള സവോളയൊക്കെ മതിയാവും. അല്ലാണ്ട് അധികം ആവണ്ട. പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്നും അങ്ങനെ വാടുമൊന്നും വേണ്ട. പച്ചയ്ക്ക് കടിക്കണ പോലെ അങ്ങോട്ട് എടുക്കേണ്ടത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാതൊന്നും ഒന്ന് യോജിക്കണം, അത്രേ വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പോർക്ക് വരട്ടി ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പേനെ റെഡിയാക്കാനാണ്. അതിലേക്ക് വീണ്ടും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ടത് ഇത്തിരി പോരായിയാണ്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ ഇടണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും ഒന്നും മൊരിഞ്ഞ് വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇതിൽ അധികം വേണ്ട, കുരുമുളക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാശ്മീരി മറ്റേതും പകുതിയായിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. അതിന് നല്ലൊരു കുഴമ്പൻ പരുവത്തിലിരിക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ കപ്പയിനെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടയ്ക്കുക. ഒന്ന് കുത്തി ഉടയണം കേട്ടോ. പിന്നെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞതൊക്കെ വെച്ചാൽ കുത്തി ഉടയ്ക്കൊന്നും വേണ്ട.
ഇത് ചേട്ടനെല്ലാം അരിഞ്ഞ് നന്നായിട്ട് വലുതാക്കി ചക്ക പോലെ വെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മുടെ ഈ മൂപ്പിച്ച് വെച്ച മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും പൊടികളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നിറയെ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുക വേണ്ടോ. പിന്നെ വേണമെങ്കിൽ 2 മിനിറ്റ് അതിൽ കിടന്നോട്ടെ. ഒരു എന്താ പറയുക, പൊടികളൊക്കെ അതിലൊന്ന് യോജിച്ച് കിട്ടണ്ടേ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അങ്ങനെ കിടന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വിളിച്ചപ്പോൾ ആദ്യത്തെ പോയേക്കാണ്, വന്നിട്ടില്ല. അപ്പോൾ ആ സവോളയും തക്കാളി അരിഞ്ഞത് ബാക്കിയുള്ളത് ഞാനവിടെ കൊണ്ടുവച്ചതാട്ടോ. അപ്പോൾ മട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കടിക്കാൻ നല്ല രസമാണ്. ചീന്ന് പറയുന്ന സാധനം പെട്ടെന്ന് മട്ടിപ്പോരും. എനിക്ക് ആർക്കായാലും ഇവിടെ എല്ലാവരും അങ്ങനെ കുറേ വലിച്ച് വാരി കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ തൊലി ഇതാവണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്ര സ്ട്രെയിൻ ചെയ്യണമെന്നല്ല, അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതാ കുറേ അലക്കാണ്ടായിരുന്നു. കുറേ നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ടായിരുന്നു. കുറേ സൺഡേ അങ്ങനെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റിയിട്ട് ഇന്ന് ഞാൻ കുറച്ച് നേരം കൂടി എഡിറ്റ് ചെയ്ത് പിന്നെ ഒരു 4 മണി വരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഒരു 4:30 എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിച്ച് പിന്നെ അതാ എഴുന്നേറ്റ് വന്നേക്കാണ്. അപ്പോൾ ഇത് വിറക് ഇങ്ങനെ കുറേ ദിവസമായിട്ടൊക്കെ എടുക്കുന്നത്, മഴയും കൊള്ളും വെയിലും കൊള്ളും അങ്ങനെ കിടക്കുകയാണ് ചുള്ളന്മാർ. അപ്പം ഞാൻ ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് വെയിൽ കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി മലരായി എന്ന് പറയാം, അതേപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയും നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മഴ നനയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മഴ പെയ്യണില്ലെങ്കിൽ നമുക്ക് മുറ്റത്ത് ചോറ് വയ്ക്കുകയും ചെയ്യാമല്ലോ. അത്രയും ഗ്യാസ് ലാഭിക്കാം. അല്ലെങ്കിൽ ഗ്യാസ് അല്ല കേട്ടോ, കറണ്ടിന്മേയാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ആ കറണ്ട് ബില്ല് ഇപ്രാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 1700 ആണ് കേട്ടോ കറണ്ട് ബില്ല് വന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര കറണ്ട് ബില്ലെന്ന്. അപ്പോൾ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇതുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ എയർബഡൊക്കെ ഉപയോഗിച്ച കാരണം 4200 ആയിരുന്നു കേട്ടോ കറണ്ട് ബില്ല്. അപ്പോൾ ആ ഒരു കറണ്ട് ബില്ല് അതായ കാരണമാണ് ഞാൻ ആരോടും പറയാണ്ടിരുന്നത്. എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു കറണ്ട് ബില്ല് എത്രയാണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി ഈ മാസം അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമുണ്ടായില്ല. 1700 എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കറണ്ട് ബില്ലായിട്ട് എനിക്ക് തോന്നണില്ല. നമ്മൾ ഇൻഡക്ഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ വലിയൊരു കറണ്ട് ബില്ലല്ല അത്. ഇൻഡക്ഷൻ കൂടി എന്നുണ്ടെങ്കിൽ ഒരു 1200 1000 ഒക്കെ പിടിക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ പിന്നെ നമ്മുടെ ഈ പൂച്ചക്കുട്ടി കാലത്ത് അതിൻ്റെ കുട്ടീനെയും കൊണ്ട് പോയതാട്ടോ. കാലത്ത് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരാളും ഇല്ല. നമ്മുടെ ഒരു വെള്ളക്കണ്ടപ്പം ഉണ്ട്, ആൾ മാത്രമുണ്ട്. പിന്നെ അതേ ഇപ്പോൾ വന്നേക്കാണ് കേട്ടോ, വിശക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കണം. പിന്നെ ലാസ്റ്റ് ഞാൻ ചോറിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ജോലി ചോദിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ വർക്ക്ഷോപ്പിലായിരുന്നു ഇത്രയും നാളും, സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ 15 വർഷമായപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് ചുമ വരുന്നത്, അതാണ് കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ 15 വർഷം കഴിയുമ്പോൾ പൊളിക്കണം അങ്ങനത്തെ ഒരു നിയമം വന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് പണി കുറഞ്ഞു. പിന്നെ ഈ വീട് പണിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് കുറേ വണ്ടികളൊക്കെ വിട്ടുപോയി, എന്തൊക്കെയാണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ജോലി കുറഞ്ഞു. ഇപ്പോഴാണെന്ന് നമുക്കിപ്പോൾ ലോൺ അടവൊക്കെ ഉള്ളതല്ലേ. അടുത്ത കൊല്ലം ഓണാകുമ്പോഴേക്കും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ ഏറെക്കുറെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് ഒക്കെ അനുസരിച്ച് കേട്ടോ ഏറെക്കുറെയൊക്കെ ആവും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു നിവൃത്തിയില്ല. ഉള്ള പണി മതി എന്ന് വിചാരിക്കണമെങ്കിൽ നമുക്ക് കടങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് മതി എന്ന് വിചാരിക്കായിരുന്നു. പക്ഷേ രക്ഷയില്ല, വല്ലപ്പോഴും പണി വന്നാലായി, ചില ദിവസം ഉണ്ടാവില്ല. അങ്ങനെ മഴയുള്ള ദിവസം ഒന്നും ഒരു വണ്ടിയും പണിയാൻ വരില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളത് തുടർന്ന് കൊണ്ടുപോകണേലും കടം വരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. കുറേ പറഞ്ഞിട്ടാണ് ചേട്ടൻ പിന്നെ വേറെ ജോലിക്ക് പോയത്. കാലങ്ങളായിട്ട് ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. അങ്ങനെ ഇപ്പോൾ ചേട്ടപ്പോൾ ഒരു ഷോപ്പിലാണ് കൊണ്ട് കേട്ടോ, സ്റ്റേഷനറി കടയിൽ. ഹോൾസെയിലൊക്കെ ആയിട്ട് കടകളിലേക്കൊക്കെ സാധനങ്ങൾ കൊടുക്കില്ലേ, അങ്ങനത്തെ സ്റ്റേഷനറി കടയിലാണ് കേട്ടോ. ഇത്തിരി ടൈം കൂടുതലാണ്, അതൊരു വിഷമം തന്നെയാണ്. അപ്പം അത് അങ്ങനെ പോണു. പിന്നെ ചേട്ടൻ ഡ്രൈവറൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്ക് പറ്റിയതായിട്ട് കിട്ടണ്ടേ. ഡ്രൈവറായിട്ട് പോവായാലും നമുക്ക് പറ്റിയതായിട്ട് കിട്ടണം. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ പോവാം. ഇപ്പം എന്തായാലും തൽക്കാലം ഇതിന് പോകുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം പ്ലാനിങ് അനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ തീ കത്തിക്കണം എന്ന് പറഞ്ഞില്ലേ മഴയില്ലെങ്കിൽ, അപ്പം ഞാനിവിടെ അടുപ്പിൻ്റെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള പുല്ലൊന്നും ഞാൻ പറിക്കണില്ല. എന്താ വെച്ചാൽ നമ്മുടെ മണ്ണൊക്കെ അവരെ പറമ്പിലേക്ക് പോവാണ്. എന്നുവെച്ചാൽ ഈ ഭാഗം ഉയർന്നതും ആ ഭാഗം താഴ്ന്നല്ലേ കിടക്കുന്നത്. അവരെ ഒന്നാമത്തേൽ അവരെ പറമ്പിൽ മണ്ണടിച്ചിട്ടില്ല. പിന്നെ ഒരിങ്ങനെ ഈ കൂന ആക്കി എടുത്തപ്പോൾ താഴത്തെ മണ്ണൊക്കെ എടുത്ത് അങ്ങനെ ആക്കിയിട്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് താന്നു. നമ്മുടെ മണ്ണ് കുറേ തന്നെ അവരെ പറമ്പിലുണ്ട് വെച്ചാൽ നമ്മൾ മണ്ണടിച്ചപ്പോൾ അവരെ പറമ്പിലാണ് തട്ടിയത്. എന്നിട്ടാണ്
നമ്മുടെ പറമ്പിലേക്ക് കോരി കൊണ്ട് ഇട്ടതൊക്കെ കേട്ടാ. പക്ഷേ ഇപ്പം എന്നിട്ടും നമ്മളപ്പോൾ കുറേ എടുക്കാണ്ടിരുന്നു വെച്ചാൽ നമ്മുടെ മണ്ണങ്ങോട്ട് ഒഴുകി പോകാണ്ടിരിക്കാൻ. എന്നിട്ടും ഇപ്പോൾ നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട്. എന്നാലും പരമാവധി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സൈഡിലെ പുല്ലൊന്നും അങ്ങനെ പറിക്കണില്ല കേട്ടോ. എന്നാലും ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് പറിക്കണം. നമ്മുടെ മറ്റേ സൈഡിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മണ്ണ് മുഴുവൻ അപ്പുറത്തെ പറമ്പിലേക്ക് പോവുക. ഇനി എന്താ പറയുക, ആദ്യം വീട് പണി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണ പണി എന്ന് പറയുന്നത് ഇങ്ങനെ ബെൽറ്റ് വാർക്കില്ലേ വീടിൻ്റെ ചുറ്റും, അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ മണ്ണൊന്നും അങ്ങനെ പോയില്ല. മണ്ണ് പോയി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മുടെ മണ്ണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഈ വീഡിയോയിൽ സംസാരിച്ചിരുന്നപ്പോൾ ആലോചിച്ച് വേറൊരു പണിയും കൂടി ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഓർക്കാണെങ്കിൽ ചെയ്യാം. സൺഡേയിൽ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പുല്ല് പറിക്കാൻ വന്നപ്പോൾ പിന്നെ ചേട്ടൻ കുറേ നേരമൊക്കെ നോക്കി നിന്നു കേട്ടാ. പിന്നെ ആൾ വന്നു പറിച്ചൊക്കെ തന്നു കേട്ടാ. കുറച്ചൊക്കെ ആ ഭാഗത്തൊക്കെ ഒന്ന് പറിച്ച് തന്നു. ഇവിടുത്തെ പുല്ല് പിന്നെ എത്ര പറിച്ചാലും തീരില്ല. നമ്മുടെ മറ്റേ സൈഡിൽ നിറയെ പുല്ലാണ് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയേ ഇല്ല. എന്താ വെച്ചാൽ ഓവറായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷീണം മാറി ഇതൊക്കെ ഞാൻ വീണ്ടും കിടപ്പിലാവും. അപ്പോൾ അത് കാരണം കൊണ്ട് തൽക്കാലത്തേക്കുള്ള ഒരു പണിയൊക്കെ ഒന്ന് ഒതുക്കി. ഞാൻ പറഞ്ഞില്ലേ, പണികളൊക്കെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ജോലികളാണ് കിടക്കുന്നത്. പക്ഷേ എല്ലാതും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വയ്യാണ്ടാവും. അപ്പോൾ അത് കാരണം ആ പണിക്കൊന്നും പോയില്ല. അത്യാവശ്യം ഒന്ന് പുല്ലൊക്കെ ഒന്ന് പറിച്ച് എന്താ പറയുക, അടുക്കളയിലേക്ക് കയറി വന്ന് തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് പിന്നെ അവിടേക്ക് ഒന്ന് പറ്റണ പോലെയൊക്കെ ഒന്ന് മുറ്റടിച്ചിട്ടു. അത്രേ ചെയ്തോളൂ കേട്ടോ. പിന്നെ ചേട്ടൻ കൈക്കോട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ മണ്ണ് വെട്ടിയിടാനും അങ്ങനെ ഈ പെരിച്ചാഴി കുത്തുണ്ട് അവിടെ ഇവിടെയൊക്കെ ഓട്ടകൾ, പിന്നെ ഞണ്ട് കുത്തിയിട്ട് ഓട്ടകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ആ ഓട്ടകളൊക്കെ നടക്കാനാണ്. പിന്നെ അതാ ചീരയാണ് കേട്ടോ. ചീര നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കതിര് വന്ന് ആകെ കേടായി പോവും. അപ്പോൾ പിന്നെ എന്തായാലും നാളെ അത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇലക്കറികൾക്കൊന്നും പുറത്തൊന്നും വാങ്ങിക്കേണ്ട, അതൊരു സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ മരുന്നടിച്ചതൊന്നും നമുക്ക് ഇലക്കറിയായിട്ട് കഴിക്കണ്ടല്ലോ. അപ്പോൾ ദാ ശ്രീകൂട്ട് അവിടെ സൗന്ദര്യം നോക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ വാഴക്കൊപ്പറ ഒടിക്കാറായി. അപ്പോൾ ഒരു സംശയം, ഒടിക്കാറായോ ഇനിയിപ്പോൾ അത് ഒടിച്ചാൽ കായ മൂക്കില്ലേ, അങ്ങനെയൊക്കെ സംശയമായിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചുട്ടാ. ആ കായരം മുള്ളത്തെ ആ ഒരു ഇതൊക്കെ കൊഴിഞ്ഞു പോയാൽ ഒടിക്കാമെന്നാണ് പറയുക. എന്നാലും പിന്നെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അമ്മ വന്ന് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മുടെ ഈ ഒരു പച്ചമുളകും മാത്രം നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട് എനിക്ക്. പക്ഷേ ബാക്കിയുള്ള പച്ചമുളകൊക്കെ പഴുത്തു. ഇത് പറിച്ച് വെച്ചതല്ലേ, ബാക്കി പറിച്ച് വെച്ചതൊക്കെ തിരിച്ച പഴുത്ത കളറാണ്, എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പച്ചമുളക് നന്നായിട്ട് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. പച്ചമുളക് അല്ല എന്ത് നമ്മുടെ വീട്ടിലുണ്ടാവുക, അതിൽ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറന്നു പോയില്ലല്ലോ. അപ്പോൾ ഓക്കെ.